ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വി കെ ഷോർട്ട് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിനോദ് കരിവന്തല. ഇന്നത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ടി വി ആണ്. ഈ ടി വി ഞങ്ങൾ വാങ്ങിച്ചു പുതിയത്. അപ്പൊ ഞങ്ങൾക്ക് ടി വി ഞങ്ങൾ ഉണ്ടായിരുന്നു, പഴയ ടി വി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 വർഷം മുന്നേ മേടിച്ച ടി വി ആയിരുന്നു. ഇംപാക്സ് 58 ഗ്ലോറി എന്ന് പറഞ്ഞ ടി വി ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ആ ടി വി 3 വർഷം കഴിഞ്ഞപ്പോ കംപ്ലൈന്റ് ആയിട്ട് കമ്പനി റിജക്ട് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ബജാജ് ഇൻഷുർ ചെയ്ത കാരണം നമുക്ക് ഫണ്ട് നമുക്ക് റീഫണ്ടായി കിട്ടി. അപ്പൊ ആ പൈസ വെച്ച് ഞങ്ങള് ഒരു ടി വി വാങ്ങിച്ചു. ആ ടി വി കുറെ അന്വേഷിച്ചു, ഏത് ടി വി മേടിക്കണം എന്നൊക്കെ ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ടി വിയിലേക്ക് എത്തി. ആ ടി വിയാണ് ഈ ടി വി. ഈ ടി വിയുടെ പേരാണ് TCL. യെസ്, TCL വേൾഡ് നമ്പർ 2 ടി വി ആണെന്നാണ് പറയുന്നത്. ഞങ്ങൾ കടകളിലൊക്കെ പോയപ്പോ കടയിൽ എല്ലാ ഷോപ്പുകളിലും പറയും TCL ലോക്കൽ ടി വി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വിഷമമായി. കാരണം ഞങ്ങൾ മേടിക്കാൻ തീരുമാനിച്ച ടി വി ലോക്കൽ ടി വി ആണല്ലോ എന്നുള്ള ആ ഒരു ഇതില് ഞങ്ങൾ ഫീൽ ചെയ്തു. അപ്പോ രണ്ടും കൽപ്പിച്ച് ഞങ്ങള് ഈ TCL തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു. TCL QLED ആണ് വാങ്ങിച്ചിട്ടുള്ളത്, QLED. അപ്പോ അതിന്റെ ആ ഒരു ടിവിയുടെ റിവ്യൂ ആണ്, പുതിയ ടിവിയുടെ റിവ്യൂ ആണ്. അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഹാർദമായി ക്ഷണിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന്റെ സർവീസ് സെന്റർ എവിടെ ഉള്ളത്? മണ്ണുത്തീര. നിങ്ങൾ അവിടുത്തെ സ്റ്റാഫാണോ? അതെ. ഇനി എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതിയാ? അതൊക്കെ അവിടെ വിളിക്കണ്ടല്ലേ? അത് വാറന്റിക്കുള്ളാണെങ്കിൽ രജിസ്റ്റർ ചെയ്തോളൂ. അതായത് ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ വന്ന് കംപ്ലൈന്റ് നോക്കി ചെക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തു. അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ സർവീസ് സെന്ററിൽ വിളിച്ചാലും മതി. കംപ്ലൈന്റ് അങ്ങനെ TCL എന്നല്ല, പൊതുവെ LED ടിവികൾ കംപ്ലൈന്റ് ആണ്. നമ്മുടെ പണ്ടത്തെ CRT ടിവികൾ പോലെയല്ല. CRT ടിവികളാണ് 20 കൊല്ലമൊക്കെ നിൽക്കുന്നത്. ഞങ്ങള് ഇംപാക്സിന്റെ ടി വി ഉണ്ടായിരുന്ന 3 വർഷം കറക്റ്റ് ഉപയോഗിച്ചു. അതിനുശേഷം സോണി വെച്ചാലും സാംസങ് വെച്ചാലും ഇതിന്റെ അവസ്ഥ. പിന്നെ കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടി ഇത് നിൽക്കുന്നു. ഇതിലേക്ക് പാർട്സുകൾക്ക് വരാമോ? പാർട്സുകൾക്ക് വരാം. പിന്നെ TCL നല്ല ബ്രാൻഡാണ്. നല്ല ബ്രാൻഡ്. വന്നിട്ട് ഏകദേശം 2-3 നല്ല കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അധികമായിട്ടില്ലേ ബ്രാൻഡ്? ഇല്ല, 2-3 കൊല്ലമായിട്ടുള്ളൂ. ഇത് വേൾഡ് നമ്പർ 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ മാർക്കറ്റ് പിടിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഈ മൊബൈലിന്റെ ഇതില് പണ്ട് ഉണ്ടായിരുന്ന പോലെയല്ലോ, റെഡ്മി ഒന്ന് മാർക്കറ്റ് പിടിച്ചില്ല പെട്ടെന്ന്. അതേപോലെ കുറച്ച് വിശേഷങ്ങളുണ്ട്. നമുക്ക് ടി വി വാങ്ങിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് ടി വിയില്. മറ്റെന്താ പറയാ, ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ, അതുപോലെ ഗൂഗിൾ TV, അതുപോലെ തന്നെ HDR10, ഇതൊക്കെ ഉള്ള ടി വിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. അപ്പൊ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ടി വി വേണമായിരുന്നു. പക്ഷെ ഇതില് സോണി, സാംസങ്, അതുപോലെ തന്നെ LG, അതുപോലെ തന്നെ ഐവ, അങ്ങനെ കുറെ മോഡൽ ടിവികളൊക്കെ ഞങ്ങൾ നോക്കി പോയിട്ട്. അപ്പൊ അതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് പിക്ചർ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോ ഈ ടി വി ആയിരുന്നു. അങ്ങനെയാണ് ഈ ടിവിയിലേക്ക് വരുന്നത്. ഈ ടി വി പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് മറ്റേ ഡോൾബി വിഷൻ ആണ്, ഡോൾബി അറ്റ്മോസ് ആണ്, അതുപോലെ ഗൂഗിൾ TV ആണ്, അതുപോലെ തന്നെ HDR10 ഉണ്ട്. അങ്ങനെ ഗൂഗിൾ ഇതുണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്, വോയിസ് റിമോട്ട് കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത്. പിന്നെ ഇതിന്റെ പിക്ചർ ക്ലാരിറ്റിയാണ് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നല്ല ക്ലാരിറ്റി ഉള്ള ടി വി ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ടിവിയില് നമുക്ക് 4GB റാമും
16 GB മെമ്മറി ഉണ്ട് ഇതില്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇതില് നമുക്ക് എടുത്തു വെക്കാം. നമുക്ക് കുറെ ആപ്പുകളൊക്കെ നമുക്ക് എടുക്കാം. ഒരുപാട് ആപ്പുകൾ കേട്ടാ. ഗൂഗിളിൽ എന്തൊക്കെ ആപ്പുകൾ കിട്ടും അതൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ ഇല്ലാത്തൊരു കാര്യമുണ്ട് ഇതില്, നമുക്ക് ജിയോ TV കിട്ടുന്നില്ല. സ്റ്റോറില് സെർച്ച് ചെയ്തപ്പോ ജിയോ TV കിട്ടുന്നില്ല. ഞാൻ തെരഞ്ഞത് തെറ്റാണെന്ന് അറിയില്ല. എന്നാലും ബാക്കി ഒരുപാട് ചാനലുണ്ട്. നമുക്ക് ഇതിന്റെ പിക്ചർ ക്വാളിറ്റി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നമ്മളെ യൂട്യൂബിലൊക്കെ നല്ല വലിയ 8K 4K ഒക്കെ അത് നമ്മളെ ക്യാമറമാൻ ശ്രീഹരിയാണ്, അദ്ദേഹമാണ് പറഞ്ഞു തന്നത് ഇപ്പോ. അപ്പോ 8K 4K വീഡിയോസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആ 8K 4K വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. ഇത് ഡയറക്റ്റ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഞെക്കി കൊടുക്കുക ചെയ്തിട്ടാ. അപ്പൊ യൂട്യൂബ് വന്നു. ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ഒരു സാധനം ഉണ്ട്, അത് നോക്കി നോക്കാം. ഇത് ജസ്റ്റ് ഈ സാധനം ഞെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 8K വീഡിയോ വന്നു. അപ്പൊ നമുക്ക് ഈ കരടിയുടെ വീഡിയോ വെച്ചോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഫ്രണ്ട്സ്, ഇത് ഈ വീഡിയോ ഡോൾബി അറ്റ്മോസ് സൗണ്ടാണ്, അതുപോലെ തന്നെ ഡോൾബി വിഷനുമാണ് ഈ ഒരു വീഡിയോ. അതിൻ്റെ ഒരു ക്വാളിറ്റി ആൻഡ് ആ ഒരു കാണാനുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാം. ശബ്ദം നമുക്കിവിടെ കേൾപ്പിക്കാൻ സാധിക്കില്ല, അത് കോപ്പിറൈറ്റ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഡോൾബി വിഷൻ കണ്ടു, ഡോൾബി അറ്റ്മോസ് കണ്ടു. ഡോൾബി അറ്റ്മോസ് എന്തായാലും കേൾക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ലോക്കൽ HD ചാനലാണ്. HD ചാനലല്ല നമ്മളിലുള്ളത് HD ബോക്സ് മാത്രമേ ഉള്ളൂ. HD ചാനലില്ല നമ്മളിത്. അപ്പൊ ഈ HD ബോക്സിൽ കൂടെ വരുന്ന ആ ഒരു ടിവിയുടെ ഔട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് നോക്കാം, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തിയാണ്. അപ്പോ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മുടെ ചാനലാണ്, ലോക്കൽ ചാനലാണ്. സൂര്യ TV ആണത്. സൂര്യ TV ഒന്ന് അടുത്ത് കാണിച്ചു കൊടുത്ത് സൗണ്ട് കുറയ്ക്കുക. സൗണ്ട് കോപ്പറേറ്റ് അടിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ചാനലൊക്കെ വെച്ച് നോക്കാം. ഇതിന്റെ ക്ലാരിറ്റി നോക്കട്ടെ, പക്ക ക്ലാരിറ്റിയാണ്, ഒരു സംശയമില്ല. അടിപൊളി ക്ലാരിറ്റിയാണ്. എല്ലാ ചാനലും സൂപ്പർ ക്ലാരിറ്റിയിലാണ്. പ്രൈം ചാനലാണ് നമ്മുടെ ലോക്കൽ ചാനൽ വരുന്നത്. ഞങ്ങളുടെ നാട്ടില് ലോക്കൽ ചാനൽ വരുന്നത് പ്രൈം TV. മനോരമ ഓക്കെ അല്ലേ, അടിപൊളിയാണ്. ഏഷ്യനായിട്ട് ഫ്ലവേഴ്സ് കൈരളി നോക്കിയത് കൈരളി ഭയങ്കര ക്ലാരിറ്റിയാ, രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാ കൈരളി. കാർട്ടൂണൊക്കെ രക്ഷയില്ലാത്ത ക്ലാരിറ്റി ആട്ടാ. ചാനല് ഒക്കെ നല്ല ക്ലാരിറ്റിയാണ്, നല്ല സൂപ്പറായിട്ട് നമുക്കിത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതാണ് ഈ QLED TCL TV. കടക്കാര് പറയുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ട, അത്യാവശ്യം അടിപൊളി TV-യാണ്. ഇതിന്റെ വില വരുന്നത് 39,990 രൂപയാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അത്യാവശ്യം ആ ഒരു റേറ്റിന്റെ ക്വാളിറ്റി ഉണ്ട്. ഈ LG സാംസങ് അതുപോലെ തന്നെ ടിവിയിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ആ റേഞ്ചിലേക്ക് പൈസ ചെലവാക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ റേഞ്ചിൽ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 40,000 രൂപയുടെ താഴെ TV മേടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് TCL യൂസ് ചെയ്യാം. നല്ല സൂപ്പർ TV-യാണ്, നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്, നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്, എല്ലാം സൂപ്പറാണ്. സർവീസ് സെന്റർ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഈ TV വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഈ സർവീസ് സെന്റർ മണ്ണുത്തിയിൽ സർവീസ് സെന്റർ ഉണ്ട്. ആള് വളരെ വേഗത്തിൽ വന്ന് ഫിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിലൊന്നും യാതൊരു പേടിയും പഠിക്കണ്ട. സൂപ്പർ TV-യാണ്. കാശിന് എന്താ പറയാ, കാശ് ഇത്ര പൈസക്കുള്ള മൂല്യമുള്ള TV-യാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പൊ ഞാനും TCL ലോക്കൽ TV-യെന്ന് പറയണ്ട.
സൂപ്പർ ടിവിയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ് അടിക്കാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം, കണ്ടുമുട്ടാം. ബൈ. മൈ ഫ്രണ്ട്സ്, നമ്മള് ശ്രീഹരി ആയിരുന്നു ക്യാമറമാൻ. അപ്പോ ശ്രീഹരിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ക്യാമറ തന്നിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു ശ്രീഹരിയ. എനിക്ക് ഈ ടി വി നല്ല ഇഷ്ടമായി. ഇത് ഞങ്ങൾ കടകളിലൊക്കെ പോയി ചോദിച്ചപ്പോ ഈ ടി വി ലോക്കൽ ടി വി ആണ്, അതുകൊണ്ടാണ് എനിക്ക് ആദ്യം ഇത് ഇഷ്ടമല്ലാണ്ട് പോയത്. പിന്നെ ഒരു ദിവസം ഞങ്ങള് പോയപ്പോ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ടി വിയിലെ പിക്ചർ ക്വാളിറ്റിയും എല്ലാം കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ മറ്റേ ടി വി ഒക്കെ നോക്കിയിട്ട് അതിന് ഡോൾബി അറ്റ്മോസിലാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഈ ടി വി കണ്ട് വിട്ടു. അങ്ങോട്ട് ആ ടി വി വാങ്ങാനായിട്ട് പോയി. അതൊക്കെയാണ് പിന്നെ പറയാനുള്ളത്. അപ്പൊ എന്താ നമ്മുടെ ചാനലിനെ പറ്റി എന്തെങ്കിലും പറയണ്ട? ലൈക്ക് ചെയ്യണം, ചാനലിനെ പറ്റി സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഷെയർ ചെയ്യുക. എന്നിട്ട് 100K 500K എന്നൊക്കെയുള്ള സ്വപ്നം പൂവണിക്കുക. അതന്നെ. അപ്പോ ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു, ടാറ്റ, ബൈ ബൈ, സീ യു.